പാർവതി ദേവി മഹാദേവൻ ആകൃഷ്ടനായ കൂളിവാഗയുടെ വേഷം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനരികിലെത്തി. പക്ഷെ ഈ നേരം തന്നെ ധ്യാനേന്ദ്രിയം കൊണ്ട് ദേവിയുടെ വേഷപ്പകർച്ച മനസ്സിലാക്കിയ ഭഗവാൻ ദേവിക്ക് ഒരു ചെറിയ കുസൃതി ഒളിപ്പിച്ചു വെച്ചിരുന്നു അവിടെ. എന്നാൽ ഇതൊന്നും അറിയാതെ ദേവി മഹാദേവന്റെ അരികിലേക്ക് എത്തുകയും സ്വമനസാലെ അദ്ദേഹവുമായി വേഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു. അതോടെ മഹാദേവന്റെ പ്രണയം ചൈതന്യ സ്രോതസ്സായി കൂളിവാഗയുടെ രൂപം സ്വീകരിച്ച പാർവതി ദേവിയിൽ അലിഞ്ഞു ചേർന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ക്ഷണനേരം കൊണ്ട് തന്നെ ദേവിക്ക് അസഹനീയമായ പേറ്റുനോവ് അനുഭവപ്പെട്ടു തുടങ്ങി. പിന്നീട് താമസം ഒട്ടുമില്ലാതെ തന്നെ ദേവിയുടെ ഉദരത്തിൽ നിന്നും അനുനിമിഷം പിറന്നു വീണത് 399 പുത്രന്മാരാണ്. എന്നാൽ ഇതിനു പിന്നിൽ ഭഗവാന്റെ ദിവ്യലീലയാണെന്ന് മനസ്സിലാക്കാൻ ദേവിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ലീല അവസാനിപ്പിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും തന്നെ മോചിപ്പിക്കണമെന്ന് ദേവി മഹാദേവനോട് അപേക്ഷിച്ചു. ശേഷം അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദേവിക്ക് മോക്ഷം പ്രദാനം ചെയ്തു. അങ്ങനെ ദേവിയിൽ നിന്നും ആ പ്രസവത്തിലെ അവസാന പുത്രനും പുറത്തു വന്നു. അധർമ്മത്തിന്റെ അവസാന ബിന്ദുവും നാമാവിശേഷമാക്കാൻ കൽപ്പുള്ള മായാരൂപൻ സാക്ഷാൽ വിഷ്ണുമായ സ്വാമി. വിഷ്ണുമായ എങ്ങനെയാണ് ആ പേര് ലഭിച്ചത്? കഥ എവിടെയും അവസാനിക്കുന്നില്ല. Download ShareChat.